നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. TP കേസിലെ CBI അന്വേഷണത്തെ CPIയും ഭയപ്പെടുന്നുവെന്നും കേസ് CBI അന്വേഷിക്കില്ലെന്ന വാർത്തയോട് VS അച്യുതാനന്ദൻ പ്രതികരിക്കണമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി. പെരുമണ്ണ സിറ്റി റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കി. പശ്ചിമഘട്ട മേഖലയിൽ UDFന് സീറ്റ് ലഭിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. TP കേസിലെ CBI അന്വേഷണത്തെ CPIയും ഭയപ്പെടുന്നുവെന്നും കേസ് CBI അന്വേഷിക്കില്ലെന്ന വാർത്തയോട് VS അച്യുതാനന്ദൻ പ്രതികരിക്കണമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി. പ്രസ് ക്ലബിന്റെ ദില്ലി ചലോ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ CBI അന്വേഷണത്തെ CPIയും ഭയപ്പെടുന്നുവെന്നും കേസ് CBI അന്വേഷിക്കില്ലെന്ന വാർത്തയോടെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രതികരിക്കണമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞു. പ്രസ് ക്ലബിന്റെ ദില്ലി ചലോ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമിതമായി ആഹ്ലാദിക്കുന്നു. ഇത് തന്നെ തെളിവാണ് ചന്ദ്രശേഖരൻ വധക്കേസിൽ ഗൂഢാലോചനയുണ്ട്, പാർട്ടിക്ക് പങ്കുണ്ട്. CBI അന്വേഷണത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ള പ്രതീതിയാണ്. അതൊരു അറിയാതെ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം. ആ പ്രതികരണം തന്നെയാണ് ഈ കുറ്റവാളികാരാണ് കണ്ടുപിടിക്കാനായിട്ട്. എന്നാണ് ഇത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ തീരുമാനിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തോ കാര്യമായി മറച്ചു വെക്കാനുള്ളതുകൊണ്ട് CBI അന്വേഷിച്ചാൽ തങ്ങളുടെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ പിടികൂടപ്പെടും, ഈ പാർട്ടി അണിൽ നടന്ന കൊലപാതകമാണ് തെളിയിക്കപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് ആദ്യം മുതൽ CBI അന്വേഷണത്തെ നഖശികാന്ത് എതിർത്തിരുന്നത്. പക്ഷെ എന്നിട്ടും കോടതി അന്വേഷണത്തിന് വിട്ടു. അന്വേഷണത്തിന് വിട്ടപ്പോൾ കോടതിയും വിമർശിച്ചു. അന്ന് മുതൽ അവർ ഇങ്ങനെ ഒരു ഭയപ്പാടിന്റെ ഉൾഭയത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നു. ഇന്നത്തെ പ്രഖ്യാപനം വന്നു ഒട്ടിച്ചിരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. വാടക കൊലയാളികൾ മാത്രം വിചാരിച്ചാൽ TP ചന്ദ്രശേഖരനെ വധിക്കാൻ കഴിയില്ല. എത്ര മൂടിവെച്ചാലും സത്യം പുറത്തുവരും. ഭൂമി തട്ടിപ്പ് കേസിലെ CBI അന്വേഷണത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി യോഗ്യനല്ല. മൂന്നാം ബദൽ എന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നും AK ആന്റണി കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വർദൂർ, DCC പ്രസിഡന്റ് KS യബു, UDF ജില്ലാ ചെയർമാൻ P ശങ്കരൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. പെരുമണ്ണ സിറ്റി റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കി. പെരുമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ട്രിപ്പ് എടുക്കുന്ന ബസ് തടഞ്ഞുവെന്നാരോപിച്ചായിരുന്നു പണിമുടക്ക്. പെരുമണ്ണ സിറ്റി റൂട്ടിലെ സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ട്രിപ്പ് എടുക്കുന്ന ബസ് തടഞ്ഞെന്നാരോപിച്ചായിരുന്നു പണിമുടക്ക്. പെരുമണ്ണ സിറ്റി സ്റ്റാൻഡ് റൂട്ടിലോടുന്ന ഫാത്തിമ ബസ് 7:20 ഇവിടെ എത്തേണ്ട വണ്ടി 7:20 എത്തി ഇവിടുന്ന് വണ്ടി ബാക്ക് സൈഡാക്കി വെക്കുന്ന സമയത്ത് പഞ്ചായത്തിലെ വാർഡ് മെമ്പർ സമീറിന്റെ സ്കൂട്ടറിൽ ഇരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സംസാരിച്ചിരിക്കുന്ന ആ സമയത്ത് ക്ലീനർ വന്നൊന്ന് വണ്ടി സൈഡാക്കി തരാൻ പറഞ്ഞു. അപ്പം പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ് ആരാണ്ട് എന്നോട് വണ്ടി സൈഡാക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ അല്ല ഞങ്ങൾക്കൊന്ന് സൈഡാക്കി വെച്ച ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ക്ലീനർ പറഞ്ഞു. അപ്പോൾ അത് സൈഡാക്കില്ല എന്നുള്ള രൂപത്തിലേക്കാണ് ഓരോരുത്തർ നിന്ന് വന്നത്. അപ്പം ആ ബസ്സിലെ ഡ്രൈവർ ജലീലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം പറഞ്ഞ് ഡ്രൈവറെ പഞ്ചായത്ത് മെമ്പർ വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ തിരിച്ച് ഇങ്ങോട്ടും സംസാരിച്ചെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം ഇവിടെ നാട്ടുകാർ പറഞ്ഞ് തീർത്ത് വണ്ടി എടുത്ത് പോണ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വണ്ടിയുടെ മുന്നിൽ നിന്നിട്ട് പ്രശ്നം തീർത്തിട്ട് പോയാൽ മതി. പഞ്ചായത്ത് പ്രസിഡന്റ് വണ്ടി തടഞ്ഞത്. റൂട്ടിലോടുന്ന 35ലധികം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിൽ പങ്കെടുത്തു. പശ്ചിമഘട്ട മേഖലയിൽ UDFന് സീറ്റ് ലഭിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പുരാവസ്തുവാണെന്ന് KM മാണിയുടെയും ജനവാസ കേന്ദ്രങ്ങളെ മുഴുവൻ ഒഴിവാക്കിയതായുള്ള AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടി എന്നിവരുടെയും വെളിപ്പെടുത്തലുകൾ പശ്ചിമഘട്ട മേഖലയിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും പശ്ചിമഘട്ട മേഖലയിൽ UDFന് ഒരു സീറ്റും ലഭിക്കില്ലെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് കുറച്ചുകൂടി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതും വളരെ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു. അതായത് 13-ാം തീയതിത്തെ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാതെ
ഇനി ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഇന്നലെ മാണി സാറിന്റെ പ്രസ്താവന കണ്ടു, ഞാനങ്ങ് അതിശയിച്ചു പോയി. അതൊരു പുരാവസ്തുവായിട്ട് ഞങ്ങൾ കാണാൻ പോവുക. ഏതാ? കസ്തൂരി രംഗൻ. പുരാവസ്തു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, മാറ്റി വെക്കുക, ഷോക്കേസ് വെക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ അത് പുരാവസ്തുവല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആശുപത്രി കെട്ടാൻ പറ്റത്തില്ല. കാരണം റെഡ് ഇൻഡസ്ട്രീസിൽ ആശുപത്രി പെടുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു, സബ്ജക്ട് ടു ദ ഫോളോയിങ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കുറേ കാര്യങ്ങൾ ബാൻ ചെയ്തിരിക്കുക. അതിനകത്ത് ഹോസ്പിറ്റൽസ് വരെ ബാൻ ചെയ്തിരിക്കുക. പിന്നെ എങ്ങനെയാ ജനജീവിതം നടക്കുന്നത്? ഹോസ്പിറ്റൽസ് പുതിയ ഒന്നും പറ്റത്തില്ല എങ്കിൽ പാല് സംസ്കരണ യൂണിറ്റുകൾ പാടില്ല, മത്സ്യ സംസ്കരണ യൂണിറ്റുകൾ പാടില്ല, എന്തിനാ നൂൽക്കൽ യൂണിറ്റുകൾ പോലും പാടില്ല എന്ന് ഒരിടത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനകരമായ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ. ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് പാടില്ല, പെട്രോൾ ഡീസൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെ ജനജീവിതം നടക്കും ഈ മേഖലയിൽ? ഇങ്ങനെയുള്ള കസ്തൂരി രംഗൻ റിപ്പോർട്ട് ആണ് ഞങ്ങളിപ്പോൾ സ്വീകരിച്ചത് എന്ന് പറയുമ്പോഴും, ഗാഡ്ഗിൽ റിപ്പോർട്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് ജനങ്ങളോട് പറയുമ്പോഴും, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഓൾറെഡി നടപ്പിൽ വന്നിരിക്കുന്നു. പശ്ചിമഘട്ട മേഖലയ്ക്ക് ലോക പൈതൃക കമ്മിറ്റിയുടെ നിയമങ്ങൾ ബാധകമാണെന്നും അവരുടെ ചട്ടപ്രകാരം പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മറ്റ് നടപടികൾക്കും ലോക പൈതൃക കമ്മിറ്റിയുടെ അനുമതി ലഭിക്കണം, എങ്കിലേ ഇത് നടപ്പിലാക്കാനാവുമെന്നും ലോക പൈതൃക കമ്മിറ്റിയുടെ ചട്ടപ്രകാരം വിശദമായ ചർച്ചകൾ ബന്ധപ്പെട്ട മേഖലയിലെ ജനങ്ങളുമായി നടത്തി അവരുടെ അംഗീകാരം നേടണമെന്ന വ്യവസ്ഥയുണ്ടെന്നും ഇത് കേന്ദ്ര സർക്കാർ കാറ്റിൽ പറത്തുകയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മാങ്കാവ് മണൽത്താഴത്ത് നടന്നുവരുന്ന സ്വകാര്യ കെട്ടിട നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രദേശത്ത് മണ്ണ് നികത്തിയുള്ള നിർമ്മാണം പ്രദേശത്തെ വെള്ളക്കെട്ടിലാക്കുമെന്നും ഇതിന് പരിഹാരം കാണാതെ പ്രവൃത്തി തുടരാൻ അനുവദിക്കില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. മാങ്കാവ് മണൽത്താഴം പ്രദേശത്തെ സ്വകാര്യ കെട്ടിട നിർമ്മാണമാണ് പ്രദേശവാസികളെ ദുരിതത്തിലാത്തിയിരിക്കുന്നത്. 2.5 ഏക്കറോളം പ്രദേശത്ത് മണ്ണിട്ട് നികുത്തുന്ന പ്രവൃത്തി നടന്നുവരുന്നത് നാട്ടുകാർ തടഞ്ഞു. മണ്ണ് നികത്തിയിരിക്കുന്നത് പ്രദേശത്ത് വെള്ളക്കെട്ടിന് കാരണമാകും. കൂടാതെ നിലവിലുള്ള കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയാണ് പ്രവൃത്തിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. JCB ഉപയോഗിച്ച് നിലവിൽ പ്രദേശത്തൂടെ കടന്നുപോകുന്ന കുടിവെള്ള പൈപ്പുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണം നടക്കുമ്പോൾ പാലിക്കേണ്ട പദ്ധതി വിശദീകരിച്ചുകൊണ്ടുള്ള രേഖപ്പെടുത്തലും ഇവിടെയില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. പൊതുവഴികളെല്ലാം മണ്ണിട്ടിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. യാതൊരു വിധേനയും കോർപ്പറേഷന്റെ സ്ഥലം കയ്യേറാൻ അനുവദിക്കില്ലെന്ന് കൌൺസിലർ NC മോയിൻകുട്ടി ടൈം വാർത്തകളോട് പറഞ്ഞു. കയ്യേറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് ശക്തമായിട്ട് തന്നെ കോർപ്പറേഷൻ നേരിടും. ആർക്കും കോർപ്പറേഷൻ സ്ഥലം എടുക്കാനുള്ള സാധ്യതയില്ല. ഇപ്പം യൂസഫ് അലി ലുലു മാൾ വരുന്നുണ്ട് മാങ്കാവില്. കോർപ്പറേഷന്റെ 3.5 സെന്റ് സ്ഥലം അതിൽ പെട്ടിരുന്നു. അവർ 10 സെന്റ് സ്ഥലം കോർപ്പറേഷന് തന്നതിന് ശേഷമാണ് അത് അവർക്ക് കോർപ്പറേഷൻ വിട്ടുകൊടുത്തത്. ഇതേമാതിരി ഒരു നടപടിക്രമത്തിന് ഇവിടെ പലരും തയ്യാറാവുന്നില്ല. അല്ലാതെ കോർപ്പറേഷൻ സ്ഥലം അന്യാധീനപ്പെടുത്ത് അത് കൈവശപ്പെടുത്താനുള്ള ശ്രമം നടന്നത്. ഈ വിഷയം ശ്രദ്ധയപ്പെട്ടത് 2 ദിവസം മുമ്പാണ്. അന്ന് ഇതിന്റെ ഉടമസ്ഥന്മാർ ഇവിടെ വന്നു അവരോട് സംസാരിച്ചിട്ട് അന്ന് തന്നെ ആ സ്പോട്ടിൽ തന്നെ അവർക്ക് ആ പൈപ്പ് ലീക്ക് നിർത്താമെന്നും അതുകൊണ്ട് കുടിവെള്ളം മുടങ്ങിയ എല്ലാവരുടെ വീട്ടിലും അവർ വെള്ളം എത്തിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു. ഇവർ വാക്ക് പാലിക്കുന്നില്ല. ഇനി എന്താ ചെയ്യുക? ജനങ്ങൾ ഇപ്പം ചെയ്തൊക്കെ തന്നെ ഇതിൽ ചെയ്യാനുള്ളൂ. തടയുക. അവർ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ടല്ലാതെ ഒരു കുട്ടീനെ ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കടത്തുന്ന പ്രശ്നമില്ല. വിഷയത്തിൽ പരിഹാരം കാണാതെ നിർമ്മാണ പ്രവൃത്തികൾ തുടരാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ തീരുമാനം. MP അബു അനുസ്മരണ സമ്മേളനം കിങ് ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ നടന്നു. മന്ത്രി ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. NP അബു അനുസ്മരണ സമ്മേളനമാണ് കല്ലായി റോഡ് കിങ് ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ നടന്നത്. മന്ത്രി ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭീഷണികളെ പുഞ്ചിരിയോടെ നേരിട്ട നേതാവായിരുന്നു NP അബു എന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങൾക്ക് പുറമെ സ്വന്തം സമുദായത്തിൽ നിന്നുള്ള പീഡനങ്ങളും അദ്ദേഹം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഏതായാലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പല ഭീഷണികളും വന്നെങ്കിലും അതിനെയൊക്കെ പുഞ്ചിരിയോടുകൂടി നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം വലിയ അർത്ഥത്തിലും വളരെയധികം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചു. ജയിൽവാസവും ധരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, മലബാറിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു കാലത്ത് അദ്ദേഹത്തിന് അറിയപ്പെടുമായിരുന്നു. ആ ഗാന്ധി തൊപ്പിയും ധരിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ നടത്തവും
അദ്ദേഹത്തിൻ്റെ ആ ദേഹപ്രകൃതിയും എല്ലാം ഇന്നും ഓരോരുത്തരുടെ മനസ്സിലും നമുക്ക് അത് എൻ്റെ മനസ്സിൽ ഇന്നും ഞാനത് കാണുകയാണ്. അത് ഏകദേശം നമ്മുടെ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ മൊയ്തീനെ പോലെ തന്നെ ആയിരുന്നു ദേഹപ്രകൃതി എന്നുള്ളത്. DCC പ്രസിഡന്റ് KC അബു അനുസ്മരണ പ്രഭാഷണം നടത്തി. പാലക്കണ്ടി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. PK ഗോപാലൻ അവാർഡ് ഏറ്റുവാങ്ങി. CN വിജയകൃഷ്ണൻ, അഡ്വക്കേറ്റ് M രാജൻ, ബീരാൻകുട്ടി, MP രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. LTC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാത്തത് കടുത്ത ആശങ്ക സൃഷ്ടിക്കുമെന്ന് LD ക്ലർക്ക് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. LDC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് LD ക്ലർക്ക് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 2012 മാർച്ചിൽ 31-ന് 3920 പേർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കാറ്റഗറി നമ്പർ പ്രകാരമുള്ള കോഴിക്കോട് ജില്ലയിലെ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചത്. 2 വർഷം പൂർത്തീകരിച്ച പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ ഓപ്പൺ വിഭാഗത്തിൽ 250 ഉൾപ്പെടെ ആകെ 421 നിയമനങ്ങളാണ് ഇതുവരെ നടന്നത്. സർക്കാർ ഒരു അനുവാദം കൊടുക്കുകയാണ്. ഉദ്യോഗാർത്ഥികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കുകയും അതേസമയം ഈ ഉത്തരവിന് യാതൊരു വില കൽപ്പിക്കാത്ത വകുപ്പ് മേധാവികൾക്കെതിരെ ഒരു നടപടി സർക്കാർ ഇതുവരെയായിട്ട് സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ 3-4 പ്രാവശ്യം നേരിട്ട് കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞത് രേഖാമൂലം പരാതി നൽകാനാണ്. പക്ഷെ രേഖാമൂലം പരാതി അയച്ചപ്പോൾ അതിന് അവിടെ കിട്ടിയതായിട്ടുള്ള ഒരു മറുപടി പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ഞങ്ങളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആശ്രയ നിയമനമാണ്. ആശ്രയ നിയമനത്തിന് ഒരിക്കലും ഞങ്ങളാരില്ല. ഞങ്ങൾ സർവീസ് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നതിന് ആരും ഇതില്ല. പക്ഷേ ഇതിന്റെ വിഷയം സർക്കാരിന്റെ ഉത്തരവ് 3% ആശ്രയ നിയമനങ്ങൾക്ക് മാറ്റിവെക്കണം. പക്ഷെ ഇവിടെ 3% പോയിട്ട് 30 കഴിഞ്ഞ് 100% വരെ ആശ്രയ നിയമനങ്ങൾക്ക് മാറ്റിവെക്കണം. ഞങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ആളുകൾ സർവീസിൽ നിന്ന് മരണപ്പെടുന്നതാണ്. ഇത് ഏതൊക്കെയോ കാലത്ത് ഏതൊക്കെയോ തരത്തിലുള്ള ആശ്രയ നിയമനങ്ങൾ ഇപ്പോൾ പൊങ്ങി വരുന്നു. ആർക്കൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുമോ അവർക്കൊക്കെ പ്രത്യേക ഉത്തരവിറക്കിക്കൊണ്ട് സർക്കാർ സർവീസിലേക്ക് PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വ്യക്തികളാക്കിക്കൊണ്ട് അവർ പിൻവാതിലൂടെ എളുപ്പത്തിൽ കയറണം. ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക ഭരണപ്രതിപക്ഷ കക്ഷികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമായില്ലെന്നും ഉദ്യോഗാർത്ഥികളോട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ച ജനപ്രതിനിധികൾക്കെതിരെ പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ലോക ഓട്ടിസം ദിനാചരണത്തിന്റെ ഭാഗമായി ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ്, IMA ആശാ കിരൺ സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓട്ടിസം പുനരധിവാസം എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിക്കും. ഏപ്രിൽ 2-നാണ് ക്ലാസ് നടക്കുക. ലോക ഓട്ടിസം ദിനാചരണത്തോടനുബന്ധിച്ച് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ്, IMA, ബ്ലഡ് ഡൊണേഴ്സ് ഫോറം, വിഷ് കോഴിക്കോട്, ആശാ കിരൺ സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓട്ടിസം പുനരധിവാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസുകൾ സംഘടിപ്പിക്കുക. ഏപ്രിൽ 2-ന് കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ CH മുഹമ്മദ് കോയ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ മെന്റലി ചലഞ്ചർ പ്രിൻസിപ്പൽ ഡോക്ടർ MK ജയരാജ്, ദുബായ് ഓട്ടിസം സെന്റർ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഷമിത ഷാജിദ്, KE സഫിയ തുടങ്ങിയവർ ക്ലാസുകളെടുക്കും. ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല ക്ലാസ് ആരംഭിച്ചു. ബ്രഹ്മചാരി മുകുന്ദ് ചൈതന്യ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ചിന്മയ പൂങ്കാവനം എന്ന പേരിൽ ചിന്മയ വിദ്യാലയത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ബ്രഹ്മചാരി മുകുന്ദ് ചൈതന്യ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പ് ഈ മാസം 12 വരെ നീണ്ടുനിൽക്കും. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലും മെഡിക്കൽ കോളേജ് പരിസരത്തും സൌജന്യ സംഭാര വിതരണം ആരംഭിച്ചു. 5000-ഓളം പാക്കറ്റ് സംഭാരമാണ് ഓരോ ദിവസവും വിതരണം ചെയ്യുന്നത്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൌജന്യ സംഭാര വിതരണം റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലും മെഡിക്കൽ കോളേജ് പരിസരത്തുമാണ് ആരംഭിച്ചിരിക്കുന്നത്. 5000 പാക്കറ്റ് സംഭാരമാണ് ഓരോ ദിവസവും വിതരണം ചെയ്യുന്നത്. മെയ് അവസാനം വരെ സംഭാര വിതരണം നീണ്ടുനിൽക്കും. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ചെയർമാൻ CN വിജയകൃഷ്ണൻ, വൈസ് ചെയർമാൻ TM വേലായുധൻ, ഡയറക്ടർ പീതാംബരൻ, PN സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ബാങ്കിന്റെ സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായി 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സംഭാര വിതരണം നടത്തുന്നത്. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 41ാമത് അഖിലേന്ത്യാ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക വ്യവസായിക പ്രദർശനത്തിന് ഏപ്രിൽ 3-ന് സ്വപ്നനഗരിയിൽ തുടക്കമാകും.
കാണികൾക്ക് കൗതുകം സൃഷ്ടിക്കുന്ന ലൈവ് താജ്മഹലാണ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണം. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ 41ാമത് അഖിലേന്ത്യാ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക വ്യാവസായിക പ്രദർശനമാണ് ഏപ്രിൽ 3 സ്വപ്നനഗരിയിൽ തുടക്കമാവുക. പ്രശസ്ത സാഹിത്യകാരൻ UA ഖാദർ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിക്കൊണ്ട് 150ലധികം എയർ കണ്ടീഷൻ, നോൺ എയർ കണ്ടീഷൻ കൊമേഴ്സ്യൽ പവേലിയനുകൾ പ്രദർശന നഗരിയിൽ ഒരുക്കിയതായി മേയർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ പ്രദർശനത്തിന്റെ ഭാഗമായി സാധാരണ നടത്തുന്ന പോലുള്ള സ്റ്റാളുകളെല്ലാം തന്നെ സർക്കാരിന്റെയും സ്വകാര്യ സ്റ്റാളുകളും ഉണ്ടായിരിക്കും. അതോടൊപ്പം വൈകുന്നേരങ്ങളിൽ കലാ സാംസ്കാരിക പരിപാടികൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അത് വൈവിധ്യമാർന്ന കലാപരിപാടികളാക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 41ാമത് പ്രദർശനമാണ്. ഈ വെക്കേഷൻ കാലമായതുകൊണ്ട് തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൂടി രക്ഷിതാക്കളും കുട്ടികളും വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം മുൻകാലങ്ങളിൽ അത്തരം അനുഭവമാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. ഈ പ്രാവശ്യത്തെ ഏറ്റവും മനോഹരമായ പ്രദർശനത്തിന്റെ ഭാഗമെന്ന് വിളിക്കാവുന്ന അപൂർവമായ ഒരു കാഴ്ച എന്ന് നമുക്ക് വിളിക്കാവുന്നത് കാലത്തിന്റെ കവിളിലൊരു കണ്ണുനീരെന്ന് കവികൾ ഉപമിച്ച താജ്മഹലിന്റെ അതേ രൂപത്തിലുള്ള ഒരു പ്രദർശനമാണ്. കാണികളുടെ കാഴ്ചയുടെ വിസ്മയമായി ലൈവ് താജ്മഹലാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം. ഐസ് ബാക്ക് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ അമ്യൂസ്മെന്റ് പാർക്ക് പ്രദർശന നഗരിയിലെ പ്രത്യേകതയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച അമ്യൂസ്മെന്റ് സംവിധാനമാണ് പ്രദർശന നഗരിയിലുള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രദർശന നഗരിയിൽ ഒരുക്കിയ ലൈവ് താജ്മഹൽ മാത്രം സന്ദർശിക്കുന്നതിന് 30 രൂപയും പ്രദർശനവും താജ്മഹലും സന്ദർശിക്കുന്നതിന് മൊത്തമായി 50 രൂപയുമാണ് പ്രവേശന ടിക്കറ്റ്. വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രദർശനം. പദ്ധതി തുക പാസാക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനപ്രതിനിധികൾ തിങ്കളാഴ്ച രാത്രി 4 മണിക്കൂർ ജില്ലാ ട്രഷറി ഉപരോധിച്ചു. പദ്ധതി വിഹിതം വെട്ടിക്കുറിക്കില്ലെന്ന ധനകാര്യ സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. പൂർത്തിയാക്കിയ പദ്ധതികളുടെ തുക പാസാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച രാത്രി 4 മണിക്കൂർ ജില്ലാ ട്രഷറി ഉപരോധിച്ചത്. നടപ്പ് സാമ്പത്തിക വർഷം 50% തുക ചിലവിട്ടില്ലെങ്കിലും അടുത്ത സാമ്പത്തിക വർഷത്തിൽ പദ്ധതി വിഹിതം കുറയ്ക്കില്ലെന്ന് ധനകാര്യ സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്ന് രാത്രി 10:30 സമരം അവസാനിപ്പിച്ചു. അടിയന്തരമായി 7 കോടി രൂപ വീതം ജില്ലാ പഞ്ചായത്തിനും കോർപ്പറേഷനും ബില്ല് അനുവദിക്കുന്നതിനും തീരുമാനമായി. MLA-മാരായ എളമരം കരീം, എ പ്രദീപ് കുമാർ, പുരുഷൻ കടലുണ്ടി എന്നിവർ ധനകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ചതിനെ തുടർന്നാണ് പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കില്ലെന്ന് ഉറപ്പു നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല, മേയർ പ്രൊഫസർ കെ പ്രേമജം എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളാണ് രാത്രി 7 മുതൽ ട്രഷറി ഉപരോധിച്ചത്. സർക്കാർ അപ്രഖ്യാപിത ബാനാണ് ട്രഷറിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ബില്ല് കൊണ്ടുപോകുമ്പം അത് ഇന്ന് എടുക്കാൻ പറ്റില്ല എന്ന് ട്രഷറി ഉദ്യോഗസ്ഥർ പറയുമ്പം എന്തുകൊണ്ടെന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ചിലർ വളരെ സ്വകാര്യമായിട്ട് പറയുന്ന കാര്യം, മേലെ നിന്ന് ഞങ്ങൾക്ക് വാക്കാലെ കിട്ടിയ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് ഫണ്ട്, നിങ്ങൾ അലോട്ട് ചെയ്ത ഫണ്ട് ഉണ്ടെങ്കിലും തരാൻ പറ്റാത്ത സാഹചര്യം. അതായത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് പകരം അവർ നടത്തുന്നത് വെറും തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പല വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനത്തിനും വേണ്ടി ചെലവഴിച്ച വികസന പ്രവർത്തനം നടത്തിയ ഫണ്ട് അനുവദിക്കാനാണ്, അല്ലാതെ മുൻകൂർ തരാനല്ല. ആ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ മറ്റൊരു അപകടം കൂടിയുള്ളത്, അടുത്ത വർഷം ഇത്രയും ഫണ്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ലഭ്യമാവില്ല. അപ്പം എന്തുകൊണ്ടെന്ന് അവർ പറയും, ഏപ്രിൽ 1 മുതൽ വരുന്ന ഫണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെലവഴിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ഫണ്ട് കുറച്ച് തരുന്നു പറയും. അതേസമയത്ത് ഇത് ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നിരുത്തരവാദപരമായ പ്രവർത്തനം കൊണ്ടല്ല ഫണ്ട് നഷ്ടപ്പെടുന്ന, നേരെ മറിച്ച് സർക്കാരിന്റെ തട്ടിപ്പ് പരിപാടി. സർക്കാർ ഇത്രയും നാൾ ദൂർത്തടിക്കുകയായിരുന്നു. ചെലവഴിക്കേണ്ട രീതിയിൽ ചെലവഴിക്കാതെ അവർ പല ആവശ്യങ്ങൾക്ക് ദൂർത്തടിച്ച് ഒരു ദുർഭരണം ഇവിടെ നടത്തുന്നത്. ആ ഭരണത്തിന്റെ ദുഷ്പ്രവർത്തികളുടെ ഫലമായിട്ട് ജനങ്ങൾക്ക് നൽകേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കാത്ത സാഹചര്യം അടുത്ത വർഷവും വരും. ഇതാണ് ഇതിന്റെ ആപത്ത് എന്ന് പറയുന്നത്.
മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ധനകാര്യ സെക്രട്ടറിയുടെ ഓഫീസിൽ വിളിച്ചെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്നും പദ്ധതി വിഹിതത്തിന്റെ 50% തുക ചിലവാക്കിയാലേ അടുത്ത സാമ്പത്തിക വർഷം പദ്ധതി വിഹിതം മുഴുവനായും കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത പദ്ധതി വിഹിതത്തിൽ നിന്ന് ചിലവാക്കാൻ വീഴ്ച വരുത്തിയ തുക സംസ്ഥാന സർക്കാർ വെട്ടിക്കുറയ്ക്കും. ജില്ലാ പഞ്ചായത്തിന് 27 കോടിയും കോർപ്പറേഷന് 8 കോടി രൂപയുമാണ് ട്രഷറിയിൽ നിന്നും ബില്ല് മാറിക്കിട്ടാനുണ്ടായിരുന്നത്. ഡെപ്യൂട്ടി മേയർ പി ടി അബ്ദുൽ ലത്തീഫ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ടി കെ തങ്കമണി, പി ജി ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മക്കടോൾ ഗോപാലൻ, പൂളയിൽ പ്രേമ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം മോഹനൻ, എം രാധാകൃഷ്ണൻ, ടി രജനി തുടങ്ങിയവരും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക് പുസ്തക പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചു. മുതലക്കുളം ബൈത്തുൽ ഖുദ്ദൂസ് ഗ്രൌണ്ടിലാണ് പ്രദർശനം. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇസ്ലാമിക പുസ്തക പ്രദർശനവും വിൽപ്പനയും ഇസ്ലാമിക അധ്യാപന പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. മുതലക്കുളം ബൈത്തുൽ ഖുദ്ദൂസ് ഗ്രൌണ്ടിലാണ് പ്രദർശനം. 100ഓളം ഇനം വിവിധ പുസ്തകങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. വിവിധ ഭാഷകളിൽ ഖുർആൻ തർജ്ജമകളും പ്രദർശനത്തിനുണ്ട്. ഏപ്രിൽ 5-ാം തീയതി വരെയാണ് പ്രദർശനം നീണ്ടുനിൽക്കുക. ഇനി എന്റെ വോട്ടം. ഈ വിലക്കയറ്റത്തിനൊക്കെ പ്രധാന കാരണം ഇന്ത്യയിലെ ഈ കള്ളപ്പണം വിദേശ രാജ്യത്താണ് കിടക്കുന്നത്. ആ കള്ളപ്പണങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റും. അത് നടപ്പിലാക്കാൻ ഒരു കക്ഷിക്കും താല്പര്യമില്ല. കാരണം പ്രധാനമായിട്ട് എല്ലാ കക്ഷികളും ഈ രാജ്യത്തുള്ള കള്ളപ്പണം എല്ലാ കക്ഷികളുടെ നേതാക്കന്മാരായാലും ആരായാലും വിദേശ ബാങ്കുകളിലാണ് നിൽക്കുന്നത്. അതൊരു പരിധിവരെ വിലക്കയറ്റത്തിന് കാരണമാവുന്നുണ്ട്. പിന്നെ സുസ്ഥിരമായൊരു ഭരണം, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു ഭരണത്തിനായിരിക്കണം മുൻതൂക്കം കൊടുക്കുന്നത്. കോഴിക്കോട് മണ്ഡലത്തിൽ വികസനത്തിന് ഇതുവരെയുള്ള വികസനത്തിന് അടിസ്ഥാനമാക്കിയാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ നിലവിലുള്ള MP വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. എന്നിരുന്നാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ തവണ LDFന്റെ സ്ഥാനാർത്ഥി വളരെ കരുത്തനുമാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ഇതൊന്നുമല്ല. ഇതിൽ വരുന്നവർ എത്രത്തോളം ഇതിലേക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മളിതിൻ്റെ മുകളിൽ ചർച്ച ചെയ്യല്ല വേണ്ടത്. ഈ വരുന്ന ആൾക്കാർ എത്രത്തോളം അഴിമതി ജനങ്ങൾക്ക് ഉപകാരമാവും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ അഴിമതിയെക്കുറിച്ച് കുറേ നേരം നമ്മൾ സംസാരിച്ചുകൊണ്ട് അഴിമതി കുറയാനൊന്നും പോകുന്നില്ല. അപ്പോൾ വരുന്ന ആളുകൾ എങ്ങനെയുണ്ട്, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇപ്പം ഇതുവരെ ഇപ്പം ഇതിലുള്ള സ്ഥാനാർത്ഥികളെല്ലാവരും അവരുടെ കഴിവ് തെളിയിച്ചവരൊന്നുമല്ല, പലരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവരെക്കുറിച്ച് അറിയില്ല. അപ്പോൾ പുതിയ ആൾക്കാരൊന്ന് നോക്കാം. സാധാരണക്കാരന് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുകളിൽ കടലിലെ ആളുകൾക്കാണെങ്കിൽ പണം ഇഷ്ടംമാതിരി വന്നുകൊണ്ടിരിക്കും. നന്ന താഴെ കടക്കാർക്കാണെങ്കിൽ കൂലി വർധനവ് 600-700 കൂലി, അത് അവിടെ സാധനങ്ങൾക്ക് വില കയറി കൂലി കൂട്ടണം എന്ന്. നടുവിലുള്ള ഇടത്തരക്കാരാണ് കൂടുതലും കേരളത്തിലുള്ളത്. അവർക്ക് എന്നും ദുരിതവും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിലാണ് ജനങ്ങൾക്കും ഞങ്ങൾക്കും ഉള്ള ഒരു ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു വലിയ പ്രതിസന്ധിയിലാണ്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. കോഴിക്കോട് ആര് ജയിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ ഒരു വശം നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ LDF ചിലപ്പം കൊണ്ടുപോയിക്കൂടാന്നുണ്ടാവില്ല. നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണം, അതാണ് ലോകത്തിന് മുന്നിൽ നമ്മൾ തളനിമിർന്ന് നിൽക്കണം, അതാണ് ഇതിലാണ് പോകേണ്ടത്. അവർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അത് ഇവിടെ ഇപ്പോൾ ആര് ഭരിച്ചാലും ആ രണ്ട് സംഗതി ഉണ്ടാവും. വിലകയറ്റം ഉണ്ടാവും, അഴിമതി ഉണ്ടാവും. കാരണം അത് ആർക്കും തുടച്ചു നിൽക്കാൻ കഴിയില്ല. പിന്നെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിനുള്ളൊരു ഗവൺമെൻറ് ഇവിടെ വരണം, ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ വരണം. വിലകയറ്റം എന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. കാരണം അരിക്കിപ്പോൾ 30 റുപ്യാണ് അരിക്ക്, ഈ 32 റുപ്യാണ് പൂളക്ക്. എന്നിട്ടും അരി ആൾ വാങ്ങണം, പൂളിയും വാങ്ങണം. വില ഇവിടെ ഒരു പ്രശ്നം പറയില്ല. എല്ലാവരും കീശയിലും ഇപ്പോൾ പൈസ ഉണ്ട്, പട്ടിണിയില്ല. ഒരു പിച്ചക്കാരൻ നടന്നു പോവുകയാണ്, 1 റുപ്യ ഓനിക്ക് കൊടുത്താൽ ഓന് വലിച്ചെറിയാണ്.
5 കൊടുത്താൽ ഓഫീസിലിടുക. ജനാധിപത്യ രാജ്യമല്ലേ, അത് ജനാധിപത്യത്തിൻ്റെ ബേസിക്കലല്ലേ നമ്മൾ ചെയ്യുക. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് അന്നന്നത്തെ രാഷ്ട്രീയ സ്ഥിതി അവലോകനം ചെയ്തിട്ടല്ലേ ചെയ്യാൻ പറ്റൂ. BJP-കാരൻ ചിലപ്പം കോൺഗ്രസ് പോവും, കോൺഗ്രസ്സുകാരും BJP, അത് താൽക്കാലികമായി ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ ചിന്തിക്കും. പിന്നെ ചില ലോക്കൽ പ്രശ്നങ്ങളിലും രാഷ്ട്രീയമായിട്ട് ചില വ്യത്യാസങ്ങൾ വരും, അതിൻ്റെ പേരിലാണ് ചിന്തിക്കും. പിന്നെ എപ്പോഴും പുതിയൊരു സർക്കാരിന് വേണ്ടിക്കൊണ്ട് പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില ജനങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് ചില സജ്ജീകരണങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് ജനങ്ങൾക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവുമല്ലോ, അതുകൊണ്ട് പുതിയൊരു ഗവൺമെൻറ് വേണമെന്നുള്ളൊരു ആശയം ആർക്കും ഉണ്ടാവും. ആ ഒരു ബേസിൽ ഇപ്പം വിലക്കയറ്റങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ, റേഷൻ സംവിധാനങ്ങൾ, സിവിൽ സപ്ലൈസ്, ഇങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെയാണ് ജനങ്ങൾ ഇതാക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. ഇതര കക്ഷികൾ മാറി മാറി ഭരിച്ചു. ഒരു മാറ്റത്തിന് വേണ്ടി BJP-യുടെ മോഡി ഗവൺമെന്റ് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിലക്കയറ്റം രൂക്ഷമാണ്, സാധാരണ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളൂ. അതുമാതിരി അഴിമതി, സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇപ്പം ഏറ്റവും അധികമുള്ളത് പല അഴിമതികളുണ്ട്. 2G സ്പെക്ട്രം, ആദർശ ഫ്ലാറ്റ്, കൽക്കരി കുംഭകോണം, ഇതൊക്കെ കാര്യമായിട്ട് ബാധിക്കും. അതാണ് ഗവൺമെൻറ്റിന് ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിലെ പല ധനകാര്യമന്ത്രി അടക്കം മത്സരിക്കാൻ തയ്യാറാവാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് മതപരമായിട്ട് എല്ലാവരും ഒരുമിച്ച് പോകേണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഒരേ നിലയിൽ പോകേണ്ട ഒരു രാജ്യമാണ്. ആ രീതിക്കുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല. വർഗീയ കക്ഷികളായാലും ശരി, ന്യൂനപക്ഷമായാലും ശരി, തമ്മിൽ പിന്നെ കൊലപാതകവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യം നമ്മളുടെ. അതിന് വ്യത്യസ്തമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജാതിക്കാരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക് ഇന്ന് ആവശ്യം എന്നാണ് എനിക്ക് പറയാം. 60 കൊല്ലത്തെ ഭരണത്തിൽ തന്നെ വിത്ത് വിതച്ച് കിടക്കുക. അതുകൊണ്ട് കോറിന് കഞ്ഞി കുമ്പിളിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു വ്യത്യാസവും. അതൊക്കെ ഇത് സംവിധാനം മാറ്റാൻ കഴിയില്ല. ഇത് നശിച്ച് തന്നെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നശിച്ച് തന്നെ പോവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഭാരതത്തിൻ്റെ അഖണ്ഡത നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ ഭരിക്കുന്ന കക്ഷി തന്നെ വീണ്ടും വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അഖണ്ഡത ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക ഭേദം. അതൊന്നും പറയണം. അപ്പോൾ ആര് വന്നാലും ഉണ്ടാവും. ഈ അഖണ്ഡത നിലനിർത്താമെന്ന് പറഞ്ഞാൽ 10-60 കൊല്ലമായിട്ട് ഇന്ത്യ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. സോവിയറ്റ് യൂണിയൻ്റെ മാതിരി വിഘടിച്ച് പോവുകയൊന്നും ചെയ്തില്ല. മാറ്റം വരട്ടെ. എന്താ പറയുക, നമ്മളെ വിലക്കയറ്റത്തിൻ്റെ ഒരു ഇതാണ് മെയിൻ പ്രശ്നം. സാധാരണക്കാർക്ക് മെച്ചമുള്ള ഒരു ഇത് വരട്ടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. TP കേസിലെ CBI അന്വേഷണത്തെ CPIയും ഭയപ്പെടുന്നുവെന്നും കേസ് CBI അന്വേഷിക്കില്ലെന്ന വാർത്തയോട് VS അച്യുതാനന്ദൻ പ്രതികരിക്കണമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി. പെരുമണ്ണ സിറ്റി റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കി. പശ്ചിമഘട്ട മേഖലയിൽ UDF-ന് സീറ്റ് ലഭിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.